ദാ ഇതുപോലൊരു ചമ്മന്തി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ദാ ഈ ഒരു ചമ്മന്തി മാത്രം മതി. നമ്മൾ ഇന്നത്തെ ചമ്മന്തി തയ്യാറാക്കിയെടുക്കുന്നത് ഉപ്പുമാങ്ങ കൊണ്ടാണ്. ഇതിപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ചാൽ വർഷങ്ങളോളം കേടാകാതെ ഇരിക്കും കേട്ടോ. ദാ ഇന്നത്തെ ചമ്മന്തിക്കായിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇന്ന് അരയ്ക്കുന്നത് മിക്സിയിലാണ് കേട്ടോ. അമ്മിക്കല്ലിൽ അരയ്ക്കാച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. മാങ്ങ ഉപ്പിലിട്ട് വെക്കുമ്പോൾ മാങ്ങ നല്ലപോലെ കഴുകിയിട്ട് തുടച്ചെടുക്കുക. പിന്നെ കല്ലുപ്പിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുന്ന കുപ്പിയും ഭരണിയൊക്കെ നല്ലപോലെ തുടയ്ക്കുക. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് നാളികേരവും 2-3 തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കരുത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാ ഈ ഒരു രീതിയിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. ചമ്മന്തി അരച്ചെടുത്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടി എടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അമ്മയും വല്യമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഇതുപോലൊരു ചമ്മന്തി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കൂ കേട്ടോ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.